എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ടുള്ള ഉള്ളിത്തണ്ട് അഥവാ സ്പ്രിംഗ് ഒണിയൻ വെച്ചുള്ള തോരനാണ്. ആദ്യം തന്നെ സ്പ്രിംഗ് ഒണിയൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇനി ഈ തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. 10-12 എണ്ണം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് മുളകെടുക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. അല്പം കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. വെള്ളം ചേർക്കാതെ പൾസ് ചെയ്ത് ചതച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിത്തണ്ട് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു പാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് താല്പര്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നേരിട്ട് മിക്സാക്കി വെച്ച ഉള്ളിത്തണ്ട് തേങ്ങാ മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് മതി വെന്ത് കിട്ടാൻ. കൂടാതെ ഈ ഉള്ളിത്തണ്ടിൽ കൂടുതൽ ജലാംശം ഉള്ളതുകൊണ്ട് തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട തികച്ചും ഓപ്ഷണലാണ്. മുട്ട താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചിക്കി തോർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള തോരനാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉള്ളിത്തണ്ടൊക്കെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അധികം സ്ഥലമോ കാര്യമായിട്ടുള്ള വളങ്ങളോ പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഇങ്ങനെ ഉള്ളിത്തണ്ട് ലഭിക്കാനായിട്ട് നമുക്ക് നല്ല ഇനം ഉള്ളിയൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഉള്ളികളിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതുപോലത്തെ ശോഷിച്ച ഉള്ളികളോ അല്ലെങ്കിൽ കുറച്ച് കേടായ ഉള്ളികളോ ഒക്കെ മതി നമുക്ക് ഇതുപോലെ ഉണ്ടായി കിട്ടാനായിട്ട്. ഉള്ളിത്തണ്ട് മാത്രമല്ല കേട്ടോ, ഉള്ളിയും നമുക്ക് വളരെ ഈസി ആയിട്ട് യാതൊരു വളവും ചേർക്കാതെ കൃഷി ചെയ്തെടുക്കാം. ഒരു ഉള്ളിയിൽ നിന്നും ഒരുപാട് ഉള്ളികൾ നമുക്ക് കിട്ടും. അതുപോലെ ഉള്ളിക്കൃഷിയുടെ നടീൽ രീതിയും അതിൻ്റെ വിളവെടുപ്പും വളരെ വിശദമായിട്ട് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിൽ സജഷനായിട്ടും കൊടുത്തേക്കാം. എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.